ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് കറ്റാർവാഴ കൊണ്ട് പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ നാച്ചുറലായിട്ടൊരു അലോവേര ജെല്ല് ഉണ്ടാക്കാം. ആദ്യം അലോവേര കഴുകി വൃത്തിയാക്കി അതിൻ്റെ അറ്റം മുറിച്ചിട്ട് നമുക്ക് അതിൻ്റെ ആ മഞ്ഞ ദ്രാവകം പുറത്ത് കളയാൻ വേണ്ടിയിട്ട് കുത്തിച്ചാരി വയ്ക്കാം ഒരു അരമണിക്കൂറോളം. ഇനി ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് അത് മിക്സിയുടെ ജാറിലിട്ട് നല്ലവണ്ണം അരച്ചെടുത്തിട്ട് അരിച്ചെടുക്കണം. നല്ല രീതിയിൽ പിഴിഞ്ഞതിൻ്റെ ചാറെല്ലാം എടുക്കണം. ഈ ചാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 5 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അങ്ങനെ ഊറി വരുന്ന വെള്ളം നമ്മളത് ഒഴുക്കി മാറ്റി കളയണം. പിന്നെ ഇത് ഒന്നും കൂടെ ഇതിനകത്തോട്ട് കുറച്ചുകൂടെ പച്ചവെള്ളം ഒഴിച്ച് ഒരു 5 മിനിറ്റ് പിന്നെയും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. എന്നിട്ട് പിന്നെയും വരുന്ന വെള്ളം ഇതുപോലെ ഊറ്റി കളയണം. എന്നിട്ട് ഇതിൻ്റെ സ്റ്റാർച്ച് എടുത്ത് നമുക്കൊരു പാത്രത്തിലെടുത്ത് വയ്ക്കാം. പിന്നീട് കറ്റാർവാഴയുടെ അരികി രണ്ടും ചെത്തി കളഞ്ഞിട്ട് നെടുകെ ഛേദിച്ച ശേഷം നമുക്ക് അതിൻ്റെ പൾപ്പ് എടുക്കണം. ഇങ്ങനെ എടുത്ത എല്ലാ പൾപ്പും നമുക്കൊരു പാത്രത്തിലിട്ട് വെള്ളം ഒഴിച്ച് 2 ആവർത്തി കഴുകി എടുത്തിട്ട് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം. ഈ അരച്ചെടുത്ത പൾപ്പ് നമുക്കൊരു അരിപ്പയിൽ വെച്ച് അരിച്ചെടുക്കണം. ഇപ്പോൾ നമുക്ക് കറ്റാർവാഴ ജ്യൂസും സ്റ്റാർച്ചും റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം നമുക്കിത്. ഇതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് അതിൻ്റെ പുറത്ത് വേറൊരു പാത്രം വെച്ചിട്ട് നമ്മുടെ ഈ കറ്റാർവാഴ ജെല്ല് അതിനകത്തോട്ട് ഒഴിച്ച് തുടരെ ഇളക്കി കൊടുക്കണം. ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഈ സ്റ്റാർച്ച് ഒഴിക്കണം. കൈവിടാതെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ അലോവേര ജെല്ല് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.